യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സാന്നിധ്യങ്ങളാണ്. ഒന്ന് പി സി ജോർജ്, പിന്നെ ഒന്ന് ആറ്റക്കോയ തങ്ങൾ. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. പക്ഷേ പി സി ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവേളകൾ വിട്ട് എന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമായി പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ്. താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഔട്ടായി തന്റെ പേരുകൾ ആരും സംസാരിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ പുള്ളി എത്തുകയും എന്തെങ്കിലും തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തുകയും ചെയ്യും. അത് ആരെ ഉദ്ദേശമാണെങ്കിലും കുഴപ്പമില്ല. കൂടുതലും മുസ്ലിങ്ങൾക്കെതിരെ ഉന്നം വയ്ക്കുക മാത്രമാണ് പലപ്പോഴും പി സി ജോർജ് ചെയ്യുന്നത്. അതിനുള്ള വ്യക്തപരമായ കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിയിൽ ഒരു പക്ഷേ വർഗീയപരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മാത്രം നിലനിൽപ്പുള്ളൂ എന്ന തോന്നലായിരിക്കാം. അവസാനമായി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഒരുപാട് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ടെന്നും അവരൊന്നും ഇവിടെ നിൽക്കേണ്ട ആളുകളല്ല എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു ഈരാറ്റുപേട്ടയിൽ വെച്ച് അദ്ദേഹം നടത്തിയത്. പക്ഷേ ആ ഒരു പ്രസ്താവന കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. അതിന് തീർച്ചയായിട്ടും കാരണമായി ഒരുപാട് ആളുകൾ കേസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വാർത്തകളൊക്കെ തന്നെ പൊതുമധ്യത്തിൽ എത്തിച്ചത് തീർച്ചയായിട്ടും മീഡിയ 1 എന്ന ചാനലും. മുസ്ലിം ലീഗ് അടക്കം 9ഓളം കേസുകളാണ് പി സി ജോർജിനെതിരെ ഈ കാര്യത്തിൽ പല സ്റ്റേഷനുകളിൽ നിന്നായി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് പി സി ജോർജിനെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് വിവാദങ്ങളിൽ ചെന്നപ്പെടുന്ന പി സിയെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്ന ഒരുപാട് വിവാദങ്ങളിൽ ഒന്ന് മാത്രമാണ് തനിക്കെതിരെ കേസ് വന്നിട്ടുള്ള ഈ വിവാദം എന്ന രീതിയിലായിരിക്കും പി സി ജോർജ് കാണാൻ പോകുന്നത്. തനിക്ക് കേസ് കാര്യങ്ങളൊന്നും പുത്തരിയല്ല എന്ന് മുമ്പ് തന്നെ പലതവണ പി സി ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ പ്രിയപ്പെട്ട വ്യക്തി ആയിരുന്നു മുസ്ലിങ്ങൾക്കടക്കം പി സി ജോർജ്. എന്നാൽ പിൽക്കാലത്ത് സമയങ്ങൾ മാറുന്നതനുസരിച്ച് പി സി ജോർജിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരികയും എല്ലാവരും ചേർന്ന് പി സി ജോർജിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം തീർത്ത ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ്. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച, തൻ്റെ കഴിവ് എല്ലാവർക്കും മുമ്പിലും തെളിയിച്ച, ഒരു മുന്നണിയുടെ പിൻബലമില്ലെങ്കിലും തനിക്കും MLA ആവാൻ പറ്റും എന്ന രീതിയിൽ കേരളത്തെ തന്നെ അമ്പരിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു അദ്ദേഹത്തിന് സപ്പോർട്ടുമായി മുമ്പോട്ട് വന്നിരുന്നത്. ഇപ്പോൾ ആ മുസ്ലിങ്ങൾ തന്നെ പി സി ജോർജിയുടെ ശത്രുപാളയത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തനിക്ക് എല്ലാം അറിയാം, തനിക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, തന്നെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ വളർന്നിട്ടില്ല എന്നൊരു അഹംഭാവം ഒരു പക്ഷേ പി സിക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളൊക്കെ തന്നെ തന്റെ ശത്രുപാളയത്തിലേക്ക് എത്തുന്നതും അതോടനുസരിച്ച് പി സി ജോർജ് എന്നും വിവാദങ്ങളിൽ നിറയുന്നതും. പി സി ജോർജ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരുന്നപ്പോൾ CPM-കാരടക്കം പി സി ജോർജിയെ അനുകൂലിക്കുകയും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ കേരളത്തിലെ പല ആളുകളും ബഹുമാനത്തോടെ സ്നേഹത്തോടെ തന്നെ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ പി സി ജോർജ് തന്നെ കളഞ്ഞു കുടിച്ചു എന്നതായിരുന്നു യാഥാർത്ഥ്യം. പിന്നീട് പി സി ആർക്കും വേണ്ടതായപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോയത് പിന്നീട് എങ്ങനെയെങ്കിലും BJP-യിൽ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് പി സി ജോർജ് ചിന്തിക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തനിക്ക് തോന്നിയതൊക്കെയും തന്നെ അദ്ദേഹം വിളിച്ചു പറയാൻ നിർബന്ധിതനാവുന്നതും. എങ്ങനെയെങ്കിലും BJP-യിൽ നിന്നു പോവുക, അതോടൊപ്പം തന്നെ താൻ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്ന ചിന്ത തന്നെയാണ് പി സി ജോർജിനെ കൊണ്ട് പലപ്പോഴും ഇതുപോലുള്ള വർഗീയ പ്രസ്താവനകൾക്ക് പ്രചോദനമാക്കുന്നത്. എന്ത് തന്നെയായാലും പഴയ കാലത്തെ പി സിയിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ പി സി. പല ആളുകൾക്കും പി സിയോട് പഴയ മതിപ്പൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഒരു MLA ആവുക, അതല്ലെങ്കിൽ ഉന്നത പദവിയിലെത്തുക, ഇങ്ങനെയുള്ള മോഹങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പി സി ജോർജിന് ഉണ്ടാവാനും സാധ്യതയില്ല. കാരണം അതൊക്കെയും തന്നെ ഇനി എനിക്ക് ഒരുപാട് അകലെയാണെന്ന് പി സി ജോർജിന് തന്നെ അറിയാവുന്നതാണ്. തനിക്കുണ്ടാവുന്ന ഒരുപാട് കേസുകൾ, അതിലുപരി ഒരുപാട് വിവാദങ്ങൾ, അതിൽ ഒന്ന് മാത്രമായിരിക്കും പി സി ജോർജിന് ഇതും. ഇനിയും ഇദ്ദേഹം ഇങ്ങനെ തന്നെ തുടരാനാണ് ശരിക്കും പറഞ്ഞാൽ സാധ്യത കൂടുതൽ. പിന്നെ നമ്മുടെ ആറ്റക്കോയ തങ്ങൾ, നൂറെ ഹബീബി എന്ന ഓൺലൈൻ സദസ്സിലൂടെ പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ് ശരിക്കും പറഞ്ഞാൽ ആറ്റക്കോയ തങ്ങൾ. അതായത് തങ്ങൾ ഉപ്പാപ്പ എന്ന് ഇഷ്ടമുള്ള ആളുകൾ വിളിക്കുന്ന ഈ വ്യക്തി. അദ്ദേഹം ഈ അടുത്ത് ഒരു സയ്യദിന് 1 ലക്ഷം രൂപ നൽകി സഹായിക്കുകയും അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് താഴെ വന്ന പലതരത്തിലുള്ള കമന്റ്സിൽ കൂടുതലും അദ്ദേഹത്തെ അവഹേളിക്കുന്നതും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതുമായ കമന്റ്സ് ആണ്. കൂടുതൽ ആളുകളും പറയുന്നത്, നിങ്ങൾ വലത് കൈകൊണ്ട് ഒരു സ്വതക്ക നൽകുകയാണെങ്കിൽ അത് ഇടത്തെ കൈ തിരിച്ചറിയാൻ പാടില്ല എന്ന രീതിയിലും, എന്നാൽ നിങ്ങൾ ഇതുപോലെ ആളുകളെ സഹായിക്കുകയും അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും മറ്റുള്ള ജനങ്ങളെ ഒക്കെയും തന്നെ അറിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിനെതിരെയല്ലേ? നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പിന്നെ എന്തിനാണ് ഇതുപോലെ പൈസ പിരിക്കുന്നത്? ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ശരിക്കും ദീനിനെ വിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ കമൻസ് ഇടുന്ന ആളുകൾക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും
അദ്ദേഹത്തിന് ലഭിക്കുന്ന പൈസ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ, ആ സഹായം അവർക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഹായം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹം തൻ്റെ സദസ്സിലേക്ക് ആരും നിർബന്ധമായി വരണമെന്നോ നിങ്ങളിത് കാണണമെന്നോ രീതിയിൽ നിർബന്ധിക്കുകയോ അതല്ലെങ്കിൽ ആരെയും നിർബന്ധിച്ച് പിടിച്ചിരുത്തുകയോ ചെയ്യുന്നില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിനോടുള്ള താല്പര്യം കൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ, അതിൽ നമുക്കെന്താണ് നഷ്ടം എന്നാണ് പലപ്പോഴും തോന്നിയത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാനും അങ്ങനെ പലതരത്തിലും അദ്ദേഹം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും തന്നെ നിങ്ങൾ എന്തിനാണ് പുറം ലോകം അറിയിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ആരും സഹായിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സഹായം ലഭിച്ചവർക്ക്, സഹായം നൽകിയവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അദ്ദേഹം പുറം ലോകത്തേക്ക് അറിയിക്കുകയും അതിലൂടെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സഹായ വാഗ്ദാനങ്ങളുമായി ഒരുപാട് ആളുകളും എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ സഹായം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇദ്ദേഹം സഹായിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നന്മമരങ്ങൾ എന്ന് പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കമൻസ് ചെയ്യുന്നവരും അതേപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെയും തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം ഇങ്ങനെ ആരെങ്കിലും സഹായിച്ചാൽ അവരിൽ നിന്നും എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം ഉയർത്തിക്കാണിച്ച് അവർക്കെതിരെ പലതരത്തിലും അവർക്കെതിരെ വിദ്വേഷപരമായി സംസാരിച്ച് അവർക്ക് ആരെങ്കിലും സഹായം നൽകുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കാതിരിക്കുക. എന്നാൽ ഇതുപോലെ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നാൽ അവരെ ഇതുപോലെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ നിന്നും പിന്തിരിയുക. ദീനിനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന രീതിയിൽ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ദീനിനെ വിറ്റ് കാശുണ്ടാക്കുക തന്നെയാണ് വലിയ വലിയ പ്രാസംഗികന്മാരൊക്കെ തന്നെ ചെയ്യുന്നത്. അവർ പ്രസംഗിക്കുന്ന വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അതിലൂടെ കിട്ടുന്ന വരുമാനം അവർ ഉപയോഗിക്കുകയും ചെയ്താൽ അതും ദീനിനെ വിറ്റുണ്ടാക്കുന്ന പൈസ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭീമമായ തുകകൾ വാങ്ങി ഇസ്ലാമിക പ്രസംഗം നടത്തി അതിൻ്റെ പേരിൽ ഒരുപാട് പൈസ വാങ്ങിക്കുന്ന ഒരുപാട് പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികന്മാരുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ ദീനിനെ വിറ്റല്ലേ പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഒന്നും തന്നെ നടക്കുന്ന കാര്യമില്ല. എന്തു തന്നെയായാലും ഈ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത രീതിയിൽ എന്തു തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഇത്രമാത്രം നെഗറ്റീവ് പറയേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല.